ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോയാണ്. ചെറിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റാണ്, സർപ്രൈസ് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ പറ്റിയില്ല. നവംബർ 22 ഈ കുഞ്ഞുമോളുടെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷേ പനി പിടിച്ച് കിടപ്പിലായിരുന്നു. ഇപ്പോൾ ഒരു 1 വീക്കായിട്ട് സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ മേടിച്ച സമ്മാനം നമുക്ക് ആ സമയത്ത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. സമ്മാനം എന്താണെന്ന് വെച്ചാൽ ഡെക്കാത്തലോണിൽ നിന്ന് മേടിച്ച ട്രാംബോലിൻ. ട്രാംബോലിനാണ്. ഫിറ്റ് റാം 100 എന്നാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഉയർത്തി വെക്കണ്ടേ, ഈ രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ. ഇത് കണ്ടോ, ഇത്രയും തിന്നായിട്ടുള്ളൊരു വലിയൊരു രീതിയിലാണ് കാണിച്ചു തന്നെയാണെങ്കിൽ. ഇതേ ഈ സൈഡല്ലേ കാണിക്കാനായിട്ടുള്ളത്. പിടിച്ചേ, യെസ്, കാണാൻ പറ്റുന്നുണ്ടോ? ഈ രീതിയിലാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് പെട്ടിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ മേടിച്ചത് 2999 റുപ്പീസിനാണ്. ശരിക്കും എത്രയാണ് അതിൽ റേറ്റ് കൊടുത്തേക്കുന്നത്? 5400 സംതിങ് ആണ് അതിൽ കൊടുത്തേക്കുന്ന റേറ്റ്. 5499 ആണ്. നമുക്ക് കിട്ടിയത് 2999 ആണ്. കുറേ നാളുകളായിട്ട് ഇത് മേടിക്കണം. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് നമുക്ക് മേടിച്ച് കൊടുക്കാം എന്നുള്ള രീതിയിലിരിക്കുകയായിരുന്നു. പിന്നെ ഇയാൾക്ക് നമ്മുടെ ചാട്ടം ഭയങ്കര ഇഷ്ടമാണ്. ഈ ബെഡിൽ കിടന്നുള്ള ചാട്ടമാണ് ഭയങ്കര ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ പ്രമാണിച്ച് ഞാനിത് മേടിച്ച് തരുന്നതിന് ശേഷം പിന്നെ ബെഡിൽ കിടന്ന് ചാടരുന്ന്. അപ്പോൾ എന്തായാലും അധികം കത്തി വെച്ച് കളയാതെ നമുക്കിത് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. മയുകയാണ് ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു പനിയായതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മതിയെന്ന്. പക്ഷേ ഒരു രീതിയിലും സമ്മതിക്കാതെ ഇന്ന് തന്നെ വേണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിപ്പോൾ മേടിച്ച് വെച്ചിട്ട് ഒരു 1 വീക്കായി. അപ്പോൾ നമ്മൾക്കിത് വേഗം തന്നെ ഓരോന്നായിട്ട് തുറക്കാം. ശ്രദ്ധിച്ച് തുറക്കണം. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ രണ്ടുപേരും കൂടി തകൃതിയായിട്ട് 2 സൈഡ് ഇങ്ങനെ ആ ഒരു ഇതൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നതൊക്കെ എടുത്ത് മാറ്റുകയാണ്. ഞാൻ ഓപ്പൺ ചെയ്തിട്ട് അത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6.8 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ വെയിറ്റ് ആണ് 9 കിലോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. ഫിറ്റ് റാം 0100. ഓക്കെ, ഒരു മാനുവൽ ഉണ്ട്. പിന്നെ സ്റ്റാൻഡ് താഴെ പിടിപ്പിക്കാനായിട്ടുള്ള സാധനം. പിന്നെ അതെ ഇതാണ് സാധനം വരുന്നുണ്ട്. അമ്മ എടുത്തു തരട്ടെ? പൂജ അമ്മ എടുത്തു തരാം. അപ്പോൾ നമ്മൾ സാധനം പുറത്തോട്ട് എടുക്കുകയാണ്. അതെ ഇങ്ങനെയാണ് കേട്ടോ ഈ സാധനം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനമാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് ജമ്പ് ചെയ്യാനുള്ള സാധനം. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ബാക്ക് സൈഡ് കാണാൻ പറ്റുന്നുണ്ടോ മയോ? ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. അതെ ഇങ്ങനെ ഒരു സംഭവം. പിന്നെ ഈ സാധനം പിടിപ്പിക്കാനായിട്ടുള്ളതാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അതെ 6 ലെഗ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഇതേ ഇതുപോലത്തെ 6 എണ്ണം ഞങ്ങൾ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം ഇനി കേട്ടോ. അപ്പോൾ അതെ ഇതുപോലെ ഇങ്ങനെ പിടിപ്പിക്കണം കേട്ടോ. ഈ പറയുന്ന സാധനങ്ങൾ ഇതുപോലെ പിടിച്ചെടുക്കണം. ഓരോ സ്ക്രൂ ചെയ്ത് വെക്കണ പോലെ നല്ലതായിട്ട് വെക്കണം. ഓക്കെ, അങ്ങനെ 6 ലെഗാണ് ഉള്ളത് കേട്ടോ. ഇവിടെ കുട്ടികൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചെയ്യട്ടെ, സർപ്രൈസായിട്ട് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. എന്തായാലും സർപ്രൈസ് നടന്നില്ല. അപ്പോൾ തൽക്കാലം ഇപ്പം ഇങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 3 എണ്ണം പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി 3 എണ്ണവും കൂടി ഉണ്ട്. 100 കിലോളം ഉള്ള ആൾക്കാർക്ക് ജമ്പ് ചെയ്യാമെന്നൊക്കെയാണ് പറഞ്ഞേക്കണം. അപ്പോൾ എനിക്കൊക്കെ ജമ്പ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞിട്ട്. എല്ലാം ടൈറ്റാണോന്ന് ഞാൻ ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റണ 6 കാലുകളാണ് ഉള്ളത്. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ വിചാരിച്ചത് ഇതിങ്ങനെ ഏത് രീതിയിലാണെന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് തുറക്കാണ്ടിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മലത്തിയിടാം. ഓക്കെ ഓക്കെ, നിൽക്ക്. അപ്പോൾ ഇതുപോലെ ഒരു മാനുവൽ എന്നിട്ടുണ്ട്. നമ്മൾ മാനുവലൊന്നും വായിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് ഇവർ ജമ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ പൂജിതയുടെ അതെ ഈ രീതിയിൽ 23 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ആ ഒരു സ്റ്റാൻഡ്, ആ ഒരു ഇതിൻ്റെ ഉയരം വരുന്നത്. 23 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ഉയരമുള്ളത്. അപ്പോൾ ഇതാണ് അവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് ഉള്ളത്.
പിന്നെ ഇങ്ങനെ സൈഡിൽ കവറിങ് ഒക്കെ ഉള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണിത് ഉള്ളത്. അത്യാവശ്യം കുഴപ്പമില്ല, കുട്ടികൾക്കൊക്കെ ഒരു എക്സസൈസുമാണ്, സെയിം ടൈം ഒരു ഫൺ ആക്ടിവിറ്റിയും കൂടി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡിലോട്ട് ചാരി വെക്കുകയും ചെയ്യാം. വലിയവർക്കും ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? ഇങ്ങനെ ആയിരിക്കുമോ നിങ്ങൾ കയറിയപ്പോൾ ഇങ്ങനെ ചെമ്പായ? സൂപ്പർ അല്ലേ? അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു പൂജിതയുടെ ബർത്ത്ഡേ സമ്മാനമായിട്ട് കൊടുത്തൊരു ട്രാംപോളിൻ. വലിയവർക്കും യൂസ് ചെയ്യാം, 100 കിലോ വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം എന്നതിൽ കൊടുത്തിട്ടുണ്ട്.